ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രത്യേക കാര്യം പറയുവാനാണ്. കേരളത്തിൽ ഇന്ന് ശോഭനയ്ക്കും സുരേഷ് ഗോപിക്കുമൊക്കെ നേരെ നടക്കുന്ന ഈ സൈബർ ആക്രമണങ്ങൾ ശരിയല്ല എന്നും അവരവരുടെ രാഷ്ട്രീയം അത് പറയുവാനും പിന്തുടരുവാനും അവർക്ക് സ്വാതന്ത്ര്യവും അവകാശവുമുണ്ടെന്നും സുരേഷ് ഗോപിക്കും ശോഭനയ്ക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുവാൻ മമ്മൂട്ടിക്കും മുകേഷിനും ഗണേഷ് കുമാറിനും ആർജവമുണ്ടോ? മമ്മൂട്ടിയുടെ രാഷ്ട്രീയം പോലെ, മുകേഷിൻ്റെയും ഗണേശിൻ്റെയും രാഷ്ട്രീയം പോലെ സുരേഷ് ഗോപിക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെ നിങ്ങൾ മാനിക്കുന്നുണ്ട് എങ്കിൽ, ശോഭനയുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ മൂന്നുപേരും ഒരു പ്രസ്താവന നടത്തണം. ഈ വൃത്തികേട്, ഈ അശ്ലീലം ശരിയല്ല എന്ന് തുറന്നു പറയുവാനുള്ള ആത്മാർത്ഥതയും ആർജവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമസ്കാരം, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നടി ശോഭന എയറിലാണ്. ശോഭന മാത്രമല്ല, ബീന കണ്ണനും സുനിൽ ടീച്ചറും മിന്നുമണിയും വൈക്കം വിജയലക്ഷ്മിയും എല്ലാം കുറച്ച് ദിവസമായിട്ട് എയറിലാണ്. എന്താണ് ഇവരൊക്കെ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വേദി പങ്കിട്ടതുകൊണ്ടാണ് ഇവരെയൊക്കെ ഇപ്പോഴും ഇങ്ങനെ ആകാശത്തു നിന്നും ഇറക്കാതെ പറത്തി അല്ലെങ്കിൽ പറന്ന് നടക്കുന്നതിൻ്റെ പ്രധാന കാരണം. സൈബർ സഖാക്കളും സുഡാപ്പികളും ചേരുന്ന വലിയൊരു വിഭാഗമാണ് ഇതിൻ്റെ പിന്നിൽ. കേരളത്തിൻ്റെ പ്രത്യേകത ആണിത്, കേരളത്തിന് മാത്രം. കേരളം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ വിഷയത്തെ ലഘൂകരിക്കുന്നത് ശരിയാണ്. ഇത് കേരളമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉദ്ഘോഷിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരെയും നമ്മൾ സ്ഥിരമായിട്ടും കാണാറുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത, കേരളത്തിന് എന്താ കൊമ്പുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് എന്താണ് പ്രത്യേകത? സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതാണോ, അതോ ആരോഗ്യരംഗത്തുണ്ടാക്കിയ മുന്നേറ്റമാണോ? ഇതിൽ രണ്ടിലും കേരളത്തിലെ ഇടതു വലതുപക്ഷങ്ങൾക്ക് വലിയ പങ്കൊന്നുമില്ലെന്ന് നോക്കണം. ക്രിസ്ത്യൻ മിഷണറികളുടെ വലിയൊരു സംഭാവന തന്നെയാണ് വിദ്യാഭ്യാസ ആരോഗ്യ കാര്യത്തിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം. ഇനി നമ്മൾ ഉണ്ടാക്കിയ മുന്നേറ്റം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റം അങ്ങനെ തന്നെ നമുക്ക് നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ് പല കാര്യങ്ങളിലും. എന്നിട്ടും പൊട്ടക്കണക്കിലെ തവളകളെപ്പോലെ നമ്പർ വൺ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലോട്ടറിയും മദ്യവ്യാപാരവും നിന്നാൽ തീരുന്നതേ ഉള്ളൂ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത. സൈബർ ഇടങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലുമെല്ലാം ഇങ്ങനെ പുതിയ പുതിയ നറേറ്റീവുകൾ മെനഞ്ഞെടുക്കുമ്പോഴാണ് ഈ പുതിയ വിവാദം. ഇടത് വലത് രാഷ്ട്രീയത്തോടൊപ്പം പോകാത്ത എല്ലാവരെയും സംഖ്യയും സംഘടനയുമാക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ. രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയുണ്ടോ? അയിത്തമുണ്ടോ? ഉണ്ട്, കേരളത്തിലുണ്ട്. ഞാനൊരു BJP കാരനല്ല, സംഖ്യയുമല്ല. എന്നാലും എന്നെ നാളെ സംഖ്യയാക്കി കൂടായില്ല. BJPയുടെ രാഷ്ട്രീയത്തോടൊപ്പം ആരെങ്കിലും ചേർന്നാൽ അതാണ് ഏറ്റവും വലിയ അശ്ലീലം എന്ന മട്ടിലാണ് പ്രചാരണം. എന്നാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു വേദി പങ്കിട്ടാൽ അവരെ സംഖ്യയും സംഘടനയുമാക്കുന്നതല്ലേ ഏറ്റവും വലിയ അശ്ലീലം. നമുക്ക് ആരുടെയും രാഷ്ട്രീയത്തെ വിമർശിക്കാം, എന്നാൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയാണ്. കേരളത്തിൽ മാത്രം കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. 2 തവണ ദേശീയ അവാർഡ് കിട്ടിയ ശോഭനയുടെ മണിച്ചിത്ര താഴിലെ അഭിനയം ഇപ്പോൾ കൊള്ളില്ലാത്രേ. സൈബർ സഖാക്കളുടെ പുതിയ കണ്ടുപിടുത്തമാണ്. നിമിഷ സജയൻ ശോഭനയേക്കാൾ എത്രയോ ഭംഗിയായി ആ വേഷം ചെയ്തേനെ എന്നാണ് മറ്റൊരു കണ്ടുപിടുത്തം. വേറൊരാൾ സോഷ്യൽ മീഡിയയിൽ ശോഭനയെ അൺഫോളോ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശോഭനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് കരുതുന്ന കൂപമണ്ടൂകങ്ങളാണ് സൈബറിടം മുഴുവൻ. സത്യത്തിൽ കേരളത്തിൽ എന്തൊരു കുരു പൊട്ടലാണ്. ഇങ്ങനെ കുരു പൊട്ടിച്ച് തന്നെ ഇവർ BJPയുടെ രാഷ്ട്രീയത്തെ കേരളത്തിലും വളർത്തും, ഒരു സംശയവുമില്ല. നരേന്ദ്രമോദിയെ വളർത്തിയതുപോലെ. ഗുജറാത്ത് കലാപങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ ഏറി കയറ്റിയതാണ്. പിന്നെ അദ്ദേഹത്തെ താഴെ ഇറക്കിയത് അദ്ദേഹത്തെ പ്രധാനമന്ത്രി ആക്കിയതിന് ശേഷം മാത്രമാണ് എന്നതാണ് വ്യത്യാസം. അതുതന്നെയായിരുന്നു മോദിയും ആഗ്രഹിച്ചത്. ശോഭന കേരളീയത്തിൽ പങ്കെടുത്തപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. സ്കൂൾ യുവജനോത്സവ വേദിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം ആശാശരത്ത് വേദി പങ്കിട്ടപ്പോഴും നൃത്തം ചെയ്തപ്പോഴും ആർക്കും ഒരു പ്രശ്നമില്ല. ഇടതുപക്ഷമാണ് ശരിയുടെ പക്ഷം, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഒരു നറേറ്റീവ് നേരത്തെ തന്നെ കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ നന്മയും ഇടതുപക്ഷത്താണ്, എല്ലാ പുരോഗമനവും ഇടതുപക്ഷത്താണ്. നവോത്ഥാനത്തിൻ്റെ മൊത്ത കച്ചവടക്കാർ ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ്. ഞങ്ങളാണ് കേരളത്തിലെ ഒരേ ഒരു മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന തൊഴിലാളി പാർട്ടികൾ. ഇങ്ങനെ പോകുന്നു നറേറ്റീവുകളുടെ ഘോഷയാത്ര. ഇടതുപക്ഷമല്ലാത്തത് എല്ലാം വെറുക്കപ്പെടേണ്ടത്, അശ്ലീലം. ഇങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷ പാണന്മാർ പാടി നടക്കുന്നത്. എല്ലാം നുണയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മതനിരപേക്ഷതയും ജനാധിപത്യവും എല്ലാം പൊള്ളയായ പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു എന്ന തിരിച്ചറിവ് കേരള ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട്.
ഒരു ചെറിയ കാര്യം മാത്രം പറയാം. മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലല്ലാതെ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം ഉൾപ്പെടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാറുണ്ടോ? അങ്ങനെയല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാൻ ഇടത് വലത് BJP പക്ഷങ്ങൾക്ക് ധൈര്യമുണ്ടോ? വെറുതെ ചോദിക്കുന്നതാണെന്നറിയാം. നിങ്ങൾ പറയുന്ന മതനിരപേക്ഷത ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഞങ്ങൾ ജനങ്ങൾക്കറിയാം. നാളെ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് മോഹൻലാൽ പോയാലും ഇവർ ഏറിക്കയറ്റും. അന്നിവർ പറയും മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല, മോഹൻലാലിനേക്കാൾ നന്നായി അഭിനയിക്കുന്ന എത്രയോ പേര് മലയാള സിനിമയിലുണ്ട്, മോഹൻലാൽ ഫാസിസ്റ്റാണ് എന്നൊക്കെ. സുരേഷ് ഗോപിയെ പണ്ടേ ഏറി കയറ്റിയതാണ്. നേരത്തെ പറഞ്ഞ പട്ടങ്ങളും വിശേഷണങ്ങളും സുരേഷ് ഗോപിക്ക് ചാർത്തി കൊടുത്തിട്ട് കാലങ്ങളായി. സുരേഷ് ഗോപിക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ ചേരാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും അവകാശമില്ല. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതിന് പകരം അയാൾ എന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുവാൻ, അയാളെ വ്യക്തിഹത്യ ചെയ്യുവാൻ കേരളത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിക്ക് രാഷ്ട്രീയമില്ലേ? മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും മമ്മൂട്ടിയെ ആരും വിമർശിക്കുന്നില്ല. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം ആരും ചർച്ച ചെയ്യുന്നില്ല. മമ്മൂട്ടിയെ ആരും ഏറി കയറ്റുന്നില്ല. മുകേഷിന് രാഷ്ട്രീയമില്ലേ? മുകേഷ് ഇടതുപക്ഷ MLA ആയത് ചർച്ച ചെയ്യുവാൻ ആരും തയ്യാറാകുന്നില്ല. ഗണേഷ് കുമാർ ഇപ്പോൾ ഇടതുപക്ഷ മന്ത്രിയാണ്. ആരും ഗണേശനെ ഏറി കയറ്റുന്നില്ല. ആർക്കും ഗണേശൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇവരൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയം പിന്തുടരുന്നത് കൊണ്ടാണ് ഇവരെ ഇങ്ങനെ ആരും സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാത്തത് എന്ന് വളരെ വ്യക്തമാണ്. സത്യത്തിൽ ഇത് ഇരട്ടത്താപ്പല്ലേ? ഇരട്ടത്താപ്പാണ്. പക്ഷേ ഇതാരും പറയാറില്ല. ഇങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചതിലും അതിന് പ്രചാരം കൊടുക്കുന്നതിലും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ചാനലുകളിലും അവതാരകർ അല്ലെങ്കിൽ അവതാരകമാർ പഴയ SFIക്കാരായതുകൊണ്ട് അവരുടെ പക്ഷപാതപരമായ ആങ്കറിങ് ഈ ഒരു വ്യാഖ്യാനത്തെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് കോൺഗ്രസ് പോകണോ, പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്തുമില്ലാത്ത തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തത് നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളെ നമുക്ക് മറക്കാം. അന്ത്യചർച്ച കാണാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ കേരളത്തിലെ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകർ എന്ന് വിളിക്കുന്നവർ ആരും ഈ വൃത്തികേടിനെതിരെ സംസാരിക്കില്ല. എല്ലാവർക്കും പേടിയാണോ അതോ സൈബർ ആക്രമണം ഭയന്നിട്ടാണോ, അതുമല്ല അത്യാവശ്യം കിട്ടുന്ന സമ്മാനങ്ങളിലും പുരസ്കാരങ്ങളിലും കണ്ണുവയ്ക്കുന്നത് കൊണ്ടാണോ അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രത്യേക കാര്യം പറയുവാനാണ്. കേരളത്തിൽ ഇന്ന് ശോഭനയ്ക്കും സുരേഷ് ഗോപിക്കുമൊക്കെ നേരെ നടക്കുന്ന ഈ സൈബർ ആക്രമണങ്ങൾ ശരിയല്ല എന്നും അവരവരുടെ രാഷ്ട്രീയം അത് പറയുവാനും പിന്തുടരുവാനും അവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്നും സുരേഷ് ഗോപിക്കും ശോഭനയ്ക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുവാൻ മമ്മൂട്ടിക്കും മുകേഷിനും ഗണേഷ് കുമാറിനും ആർജവമുണ്ടോ? മമ്മൂട്ടിയുടെ രാഷ്ട്രീയം പോലെ, മുകേഷിൻ്റെയും ഗണേശിൻ്റെയും രാഷ്ട്രീയം പോലെ സുരേഷ് ഗോപിക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെ നിങ്ങൾ മാനിക്കുന്നുണ്ട് എങ്കിൽ, ശോഭനയുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മൂന്നുപേരും ഒരു പ്രസ്താവന നടത്തണം. ഈ വൃത്തികേട്, ഈ അശ്ലീലം ശരിയല്ല എന്ന് തുറന്നു പറയുവാനുള്ള ആത്മാർത്ഥതയും ആർജവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇത്രയും കാലം നിങ്ങൾ ഭജിച്ചിരുന്ന മൗനം ഇപ്പോഴെങ്കിലും ഉപേക്ഷിക്കണം. ഇത് പറയുവാൻ ഒരു കാരണം കൂടിയുണ്ട്. മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ശോഭനയും മുകേഷും ഗണേഷ് കുമാറും എല്ലാവരും ഒരേ ഫ്രറ്റേണിറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കും ഗണേഷിനും മുകേഷിനും എല്ലാം ഈ ഒരു അനീതിക്കെതിരെ ഈ ഒരു സമയത്ത് പ്രതികരിക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകം മാറുകയാണ്. നമ്മളും. കേരളം ഒരു തുരുത്തൊന്നുമല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെയാണ് കേരളവും. ഒരു കാലത്ത് ഞാനുമൊക്കെ ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്തിരുന്നവരാണ്. EMS, AKG, സുന്ദരയ്യ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ചരമഗീതം എന്നേ കേരളീയർ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി മമ്മൂട്ടിയോടും മുകേഷിനോടും ഗണേശനോടും അഭ്യർത്ഥിക്കുകയാണ്, ഈ വൃത്തികേടിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ വൃത്തികേട് കേരളം കഴുകിക്കളയും, ഉറപ്പുണ്ട്. ഈ വീഡിയോ ഇവർ മൂന്നുപേരും കാണുന്നത് വരെ ഷെയർ ചെയ്യുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.